ഉമ്മ കൊടുക്കണേക്ക് ഞാൻ കണ്ട്. നിങ്ങളുടെ ഫോണിൽ സുജാത വിളിക്കണ ഞാൻ കാണുന്നത്. ഇങ്ങനെ ചതിക്കാൻ പാടില്ലെന്ന് വെച്ചിട്ട് എന്നെ എന്ന് പൊട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കട്ടോ. തുടർന്ന് വരുന്നില്ല. അതെ, ഈ ഫോൺ ചെയ്യുന്ന സുനിത എന്റെ ആരാ? നിങ്ങളുടെ ഭാര്യ. നീ എന്റെ ആരാ? നിങ്ങളുടെ കാലൊടിഞ്ഞപ്പോ നോക്കാൻ ചേച്ചി കൊണ്ടു നിർത്തിയ സ്ത്രീ. അപ്പൊ ആ വ്യത്യാസം കാണത്തില്ലേ? അവള് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ 3 നേരം കഴിക്കുന്നത്. അപ്പൊ അവളുടെ ഫോൺ നമ്മൾ എടുക്കണ്ടേ? ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്, ജാതി സെൻസസ്. അറിയാം. എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ പട്ടുസാരിയും ഒക്കെ ഉണ്ട് സാറേ. അപ്പത്തെ വീട്ടിൽ അവളില്ലേ? ഇതൊന്നുമില്ല. ഇതൊക്കെ എന്തിനാ നിങ്ങൾ ആദ്യം പറഞ്ഞത്? ചോദിക്കുമ്പോ പറഞ്ഞാൽ മതിയല്ലോ. ഭർത്താവ് എവിടെയാണ്? അകത്താ സാറേ. ഭർത്താവ് അകത്തിരിക്കുകയാണോ? പുറത്തേക്ക് വിളിക്ക്. അയ്യോ, അകത്തല്ല, ജയിലില്ല. അയ്യോ, പാവായിരുന്നു. 2 പേരെ കൊന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ 7 വർഷമായി അവിടെയാ. അതെയോ? ഈ വീട്ടില് നിങ്ങൾ ഒറ്റയ്ക്കാ താമസം? ഏയ്, എന്റെ മോനുണ്ട്. അവനിപ്പോ 4 വയസ്സായി. ഭർത്താവ് 7 വർഷമായിട്ട് ജയിലിലാ പറഞ്ഞു, കുട്ടിക്ക് 4 വയസ്സ്. അതെങ്ങനെ സംഭവിച്ചു? അതാളെ ഇടയ്ക്കിടയ്ക്ക് കരോളിന് വരുവേ. കരോളോ? ഈ ജയിലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിടില്ലേ പുറത്തേക്ക്? കരോള്. പരോള്. ചില സ്ഥലത്ത് അങ്ങനെയും പറയും. ശരി, പേര്? വത്സല. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, എന്റെ അപ്പച്ചൻ തല പൊട്ടിയിട്ട് 8 സ്റ്റിച്ച് ഇട്ടിട്ട് വീട്ടിൽ കിടന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും വന്ന് നോക്കായിരുന്നില്ലേ നിങ്ങൾക്ക്? പബ്ലിക് എങ്ങനെ 8 സ്റ്റിച്ച് വീണ്? വേലക്കാരി ചപ്പാത്തി പലേക്ക് എറിഞ്ഞതല്ലേ? ആ എംബ്രോയിഡറി വർക്ക് കാണാൻ ഞാൻ വരണം. അതിന്റെ ആവശ്യം എനിക്കുണ്ടോ ജാസ്മിൻ? എന്നെ വിചാരിച്ചിട്ടെങ്കിലും ഒരു സോറി എങ്കിലും പറയാൻ എന്റെ അപ്പച്ചനെടുത്തൊന്നു വന്നോ? സോറി പറയാൻ നിന്റെ പപ്പ ഇവിടെ ഉണ്ടോ? ഈ ഹൈദരാബാദിൽ നിന്റെ പപ്പ ഉണ്ടോ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. നിന്റെ പപ്പ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഹൈദരാബാദിലെ ഒരു സ്വിമ്മിംഗ് പൂളിലെ പെണ്ണുങ്ങൾ വിക്കിലിട്ട് കുളിക്കാൻ ഇറങ്ങില്ല. എനിക്ക് ഉറപ്പാണ്, കൺഫേം ആണ്, നിന്റെ പപ്പ ഹൈദരാബാദിലില്ല. പബ്ലിക് ആണ്. പാലുകാച്ചുണ്ടായിരുന്നു. എന്റെ കൊച്ചച്ഛൻ ഒരു വീട് വെച്ചു പന്തളത്ത്. 2 നില കെട്ടിടു. എന്തോനാടോ 2 പേർക്ക് താമസിക്കാൻ അത്രയും വലിയ വീട്? സത്യം പറഞ്ഞ ആ വീട് വെച്ചത് ഇഷ്ടപ്പെട്ടില്ലയോ? ആ വീട് ഈ മുഖത്ത് വരച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ. എനിക്കെന്തോ അവര് വീട് വെക്കട്ടെ, എനിക്ക് എന്തിന്റെ കാര്യമാ? അവിടെ ഒരു സദ്യ ഉണ്ടാക്കി വെച്ചേക്കെ. ഞാനല്ല ഉണ്ടാക്കിയത്. ആരുണ്ടാക്കിയാൽ എന്തുവാ? എന്തോ സദ്യ. സത്യം പറഞ്ഞ് ഈ ജന്മത്തിന് അങ്ങനെ ഒരു സദ്യ കഴിക്കാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ടുനടന്ന് മോളെ പെണ്ണുങ്ങൾക്ക് എല്ലാം അങ്ങ് കടം കൊണ്ട് പണി. ആ വത്സല 1250 രൂപ തരാനുണ്ട്, തന്നവള്. അയ്യോ, വത്സല ഇല്ലാതെ തന്നെ അങ്ങ് കുഴയുവാ. മനസ്സിലായി 1300 രൂപ തരാനുള്ളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പൈസ തരണം പറഞ്ഞപ്പോ അവൾ 1000 രൂപ എന്റെ കയ്യിൽ കൊടുത്തു തന്നു. ബാക്കി 300 രൂപ അവള് പറഞ്ഞു കൊച്ചിന് സ്കൂൾ തുറക്കും, വലിയ ബാഗൊക്കെ വാങ്ങിക്കാൻ പൈസ ഇല്ല, അതുകൊണ്ടാ ബാക്കി 300 രൂപ പിന്നെ തരാന്ന് പറഞ്ഞപ്പോ ഈ 1000 രൂപ ഞാൻ അങ്ങ് തിരിച്ചു കൊടുത്ത. പിള്ളേരുടെ കാര്യമല്ലേ, നടക്കട്ടെ. ഓമന പൈസ തന്നായിരുന്നു, ഒരു 750 രൂപ മറ്റോ വരും. എടി നീ എന്താ പെണ്ണാടി, നിന്റെ കൂട്ടത്ത് കച്ചവടം ചെയ്യാവുന്ന ഓമന. അവൾ അവിടെ ഇവിടെയൊക്കെ പോയി കിട്ടുന്ന പൈസ കൂട്ടി അണ്ണാ പിന്നെ തരാന്ന് പറഞ്ഞാൽ 700 രൂപ. ഞാൻ അത് അങ്ങ് വേണ്ടാന്ന് വെച്ചു. പിന്നെ ആ കൊച്ചിന് മീൻ വേണമല്ലോ. ഞാൻ തമ്പിയുടെ 1 കിലോ മീൻ ചാവ് കൊടുത്ത് കഴിച്ചോട്ടെന്ന് വിചാരിച്ചു. വർഗീസ് 150 രൂപ തരാനുണ്ടായിരുന്നു പാവക്കാരനോട്, അതെങ്ങനെ മേടിക്കും? അവരെ കുത്തിരി പിടിച്ചാ മാറ്റാ 150 രൂപ ഞാനാണോ കാണിച്ചു കൊടുത്തറിയോ? ഈ ആടത്താ പെണ്ണുങ്ങളോട് കാണിക്കാഞ്ഞത്? അതല്ലേ ബിസിനസിന്റെ ഒരു നാക്കുമായിട്ട് അവളുമാരുടെ കെട്ടിയോന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ നിങ്ങളുടെ നാക്ക് പിഴുത് വെക്കും, പറഞ്ഞേക്കാം കേട്ടോ. എത്രയും പാസ കോമഡിക്കാരി നിർത്താൻ.